Hello everyone, welcome back to our channel Shuttu and Mama. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും സംഭവം. പിന്നെ ഇന്ന് ഞാൻ വേറെ സംഭവങ്ങളായിട്ടൊന്നുമല്ല വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ കുറച്ച് എനിക്കറിയാവുന്ന എൻ്റെ എക്സ്പീരിയൻസിലുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വേറൊന്നുമല്ല, ആഫ്റ്റർ പ്രഗ്നൻസി വെയിറ്റ് ലോസ് ജേർണിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പിന്നെ ഇതിൽ ഭയങ്കരമായ ചേഞ്ച് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്, കാരണം എനിക്കങ്ങനെ ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ട് വെയിറ്റ് വെച്ച് കുറഞ്ഞ ആളൊന്നുമല്ല ഞാൻ. പക്ഷേ എന്നെപ്പോലത്തെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന അമ്മമാർക്ക് കുറച്ച് ടിപ്സും കാര്യങ്ങളും പിന്നെ ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം, ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഓവർലി വെയിറ്റ് വെച്ച് ഭയങ്കരമായിട്ട് ട്രാൻസാക്ഷൻ നടന്ന ആളൊന്നുമല്ല ഞാൻ. എനിക്ക് മുന്നേ എൻ്റെ വെയിറ്റ് വാസ് ലാസ്റ്റ് എൻ്റെ 9 months എനിക്ക് ഉണ്ടായിരുന്ന ആകെ 69 kgs ആയിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു എൻ്റെ ലാസ്റ്റ് അപ്രോക്സിമേറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ എന്നെക്കാളും ഭയങ്കരമായിട്ട് വെയിറ്റ് വെക്കുന്ന ആൾക്കാരുണ്ട്, എനിക്ക് അറിയുന്ന ആൾക്കാരാണ് 80, 85, 90 ഒക്കെ പോയ ആൾക്കാർ ഞാൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ട് ആ ഒരു കൺസേൺ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു, ഞാൻ എത്ര വെയിറ്റ് വെക്കും, ഞാൻ എങ്ങനെ അത് കുറയ്ക്കും എന്നുള്ളത് എനിക്ക് കുറച്ച് കൺസേൺ ഉണ്ടായിരുന്നു ആക്ച്വലി. പക്ഷെ നമ്മൾ ആ സമയത്ത് പിന്നെ കൺസേൺ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, എന്തായാലും വെയിറ്റ് വെക്കും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയായിട്ട് അങ്ങനെ ഒന്നും പരിശ്രമിച്ചിട്ടൊന്നുമില്ല. പിന്നെ ആ ടൈമിൽ എനിക്ക് കുറച്ച് കോംപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ എന്തായാലും എൻ്റെ പ്രഗ്നൻസി സ്റ്റോറിയിൽ ഞാൻ എന്തായാലും ഫുള്ളായിട്ട് പറയാം. അതൊരു കഥ തന്നെ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ നോർമലി ഞാൻ ഓവർ വെയിറ്റ് വയ്ക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ക്രേവിങ്സ് ഒന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണോ ഞാൻ ഡെയിലി ലൈഫിൽ കഴിച്ചുകൊണ്ടിരുന്നത് അത് തന്നെ മതിയായിരുന്നു. പിന്നെ ആകെ എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ബിരിയാണി. അത് അപ്പോഴും അതെ ഇപ്പോഴും അതെ, ബിരിയാണി എനി ടൈം എനിവേർ കിട്ടിയാൽ കഴിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് അപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ടാണോ എന്ന് അറിയില്ല, ഷുട്ടൂരും ഏറ്റവും ഫേവറേറ്റ് ഫുഡ് ബിരിയാണി തന്നെയാണ്. എന്ത് കഴിച്ചില്ലെങ്കിലും അതാണെങ്കിൽ അവൾ കഴിച്ചോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഓവർ ക്രേവിങ്സ് ആയിട്ട് ഓവർ ഷുഗർ കഴിക്കുക, ഓവറായിട്ട് ഫുഡ് കഴിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴും ഞാൻ ലിമിറ്റഡ് ആയിട്ടാണ് കഴിച്ചത്, ഇപ്പോഴും ലിമിറ്റഡ് ആയിട്ട് തന്നെയാണ് കഴിക്കുന്നത്. ആ ടൈമിലാണെങ്കിലും പ്രഗ്നൻസിക്ക് മുന്നേ ആണെങ്കിലും ഞാൻ ചോറ് അങ്ങനെ ഓവറായിട്ട് കഴിക്കുന്ന ആളല്ല. ഒരു എമൗണ്ട് ഓഫ് ചോറ്, പിന്നെ അതിൻ്റെ കൂടെയുള്ള സാധനങ്ങളുണ്ടല്ലോ, നമ്മുടെ ഉപ്പേരി, കറി, ഫിഷ് ആണെങ്കിൽ ഫിഷ്, അങ്ങനത്തെ സംഭവങ്ങൾ കൂടുതൽ കഴിക്കുന്ന ആളായിരുന്നു ഞാൻ. പിന്നെ വേറെ എന്താ, അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ട് അങ്ങനെ ഭയങ്കര വെയിറ്റ് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ആഫ്റ്റർ ഡെലിവറീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് 69 നിന്ന് ഞാൻ ഒരാഴ്ച കൊണ്ട് തന്നെ ഞാൻ എൻ്റെ പഴയ വെയിറ്റിലേക്ക് പെട്ടെന്ന് ഡ്രോപ്പ് ഔട്ടായി. എന്താ പറയുക, ഞാൻ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് ഐ വാസ് അറൗണ്ട് 61, 62 ആ ഒരു റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ കൂടുതൽ ഞാൻ പോവാറില്ല, മാക്സിമം പോയ 63. അതിന് മുന്നേ പണ്ട് ഉണ്ടായിരുന്ന എൻ്റെ വെയിറ്റ് 59 ആണ്. അപ്പോൾ പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ സ്ഥലത്തിലെ മാറ്റവും അതൊക്കെ കൊണ്ട് ഞാൻ ഒരു 63 വരെ മാക്സിമം പോയിട്ടുണ്ടായിരുന്നു. അതെൻ്റെ ഹൈറ്റിന് വെച്ച് അത് ഓക്കെ ആണ് എന്നാണ് ഡോക്ടർ ആ സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ ആ ടൈമിൽ ഒരു 61 അല്ലെങ്കിൽ 62 അങ്ങനെ മാറി മാറി നിൽക്കുകയായിരുന്നു. എൻ്റെ ഒരു ബോഡി നേച്ചർ വെച്ച് നോക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഗെയിൻ ചെയ്യും. അതുപോലെ തന്നെ ഞാൻ 2 ദിവസം ഒന്ന് കഴിക്കാണ്ടിരുന്നാൽ പെട്ടെന്ന് തന്നെ കുറയ്ക്കാനും എനിക്ക് വലിയ അങ്ങനെ ബുദ്ധിമുട്ട് ഇതുവരെ വന്നിട്ടില്ല. ടച്ചൂഡ് അല്ലേ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, അതായിരുന്നു എൻ്റെ ലാസ്റ്റ് വെയിറ്റ്. അപ്പോൾ ആഫ്റ്റർ ഡെലിവറി ഞാൻ 69 നിന്നും ഒറ്റ ഒരു വീക്ക് കൊണ്ട് തന്നെ ഞാൻ ഡ്രാസ്റ്റിക്കലി മാറി. ഞാൻ ഒരു 62 ആയിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഞാൻ ക്ഷീണിച്ചു എന്ന് തന്നെ പറയാം. ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് ഇങ്ങനെ ഉണങ്ങിയ പോലെ ആയി. അപ്പോൾ അധികം ആ ടൈമിൽ വിസിറ്റേഴ്സ് വരുമല്ലോ, അപ്പോൾ അവർ പറയായിരുന്നു ഇവർക്കൊരു മാറ്റമില്ലല്ലോ. അപ്പോൾ ആക്ച്വലി അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ഓവറായിട്ട് അങ്ങനെ ഭയങ്കര മാറ്റത്തിലേക്കൊന്നും പോയില്ല എന്നുള്ള ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു C-section ഡെലിവറി ആയിരുന്നു. പിന്നെ ഐ ആം എ തൈറോയിഡ് പേഷ്യൻറ്റ്. അപ്പോൾ ഞാൻ പിന്നെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വെയിറ്റ് പെട്ടെന്ന് തന്നെ ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട്, കുറച്ച് ക്ഷീണമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കണം എന്നുള്ളത്.
അപ്പോൾ ഓൾറെഡി ഞാൻ ഡോക്ടറെ അടുത്ത് പറയുകയും ചെയ്തു, ഞാൻ ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ടുണ്ട്, സൈസ് നന്നായിട്ട് എൻ്റെ വെയിറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം മേ ബി അതായിരിക്കാം അതിനുള്ള കാരണം എന്ന് എനിക്ക് തോന്നുന്നു. അതൊരു 1 വീക്കിലെ കാര്യം കേട്ടോ. പിന്നെ നമ്മുടെ ആഫ്റ്റർ പോസ്റ്റ് പാർട്ടം കെയർ ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് അതിൽ ഞാൻ 69 നിന്നും 62 ആയി, പിന്നെ ഞാൻ ഒരു 65 ആയി. ആഫ്റ്റർ പ്രഗ്നൻസി കെയറും കാര്യങ്ങളും നമ്മുടെ മരുന്നും അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് അങ്ങനെ വെച്ചു. അപ്പം അതും എനിക്ക് അപ്പം ലാസ്റ്റ് ഞാനിപ്പം കുറയ്ക്കുന്ന സമയത്തുള്ള എൻ്റെ വെയിറ്റാണ് ഞാൻ പറയുന്നത്. ഞാൻ 65 ആയിരുന്നു. ഇപ്പം ഞാൻ ഒരു 62, 61 ആ റേഞ്ചിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എനിക്ക് അതിൽ കുറച്ചിട്ട് ഒരു 60 എത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ഇപ്പം ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് വെയിറ്റ് കുറയ്ക്കുന്നൊന്നുമില്ല. ബിക്കോസ് ഞാൻ എൻ്റെ ഓൾഡ് വെയിറ്റിൽ ഞാൻ എത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് ഞാൻ പറഞ്ഞ പോലെ സംസാരിച്ചപ്പോൾ എൻ്റെ BMIയും എൻ്റെ ഹൈറ്റും ഒക്കെ വെച്ച് എനിക്ക് 65 വരെയാണ് എൻ്റെ ആക്ച്വൽ വെയിറ്റ്, 60 to 65. അപ്പോൾ പിന്നെ ഞാൻ കുറക്കണമെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല, ഇത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി, ഇനി കൂടണ്ടെന്ന് പറഞ്ഞു. മീൻസ് 62-ൽ കൂടണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഓക്കെ, എന്നാൽ പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് പണിയെടുക്കേണ്ട പണിയില്ലല്ലോ. അങ്ങനെ അപ്പോൾ ഞാൻ കുറയ്ക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് ഞാൻ 65 ആയിരുന്നു. പിന്നെ ഞാൻ ഈ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ എപ്പോഴും മൈൻഡിൽ നമ്മൾ പ്രഗ്നൻ്റ് ആയത് തൊട്ട് എന്തായാലും നമ്മൾ ആ ഒരു വെയിറ്റ് ഗെയിൻ ജേണി ആൻഡ് വെയിറ്റ് ലോസ് ജേണി നമ്മൾ എന്തായാലും മൈൻഡിൽ നല്ലപോലെ പ്രിപ്പയർ ആക്കി വെക്കണം. കാരണം കുറച്ച് കഷ്ടപ്പെടാതെ ഇതിന് നമുക്കൊരു ഡ്രെയിൻ ഔട്ട് അല്ലെങ്കിൽ താഴ്ച എന്തായാലും ഉണ്ടാവില്ല, അത് ഷുവറാണ്. നമ്മൾ നല്ലപോലെ കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് അതൊക്കെ നമ്മുടെ മൈൻഡിൽ ആദ്യമേ ഇങ്ങനെ ഫീഡ് ചെയ്ത് വെക്കണം. വെയിറ്റ് ഗെയിൻ, പിന്നെ അതിൻ്റേതായിട്ടുള്ള മൂഡ് സ്വിങ്സ്, നമ്മുടെ ബോഡി ഷേമിങ് കാര്യങ്ങൾ, അതൊക്കെ എന്തായാലും ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മൈൻഡിൽ വെക്കണം. നമുക്ക് തന്നെ ചില സമയത്ത് നമ്മളെ കാണുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ പണ്ടൊക്കെ എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം തരുന്നത്, എനിക്ക് ഉണ്ടായിരുന്ന ഡ്രസ്സ് എനിക്ക് പ്രോപ്പർലി ഫിറ്റായിട്ട് ഇടാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷമമായിരുന്നു. അപ്പോൾ അതിനും കൂടെ വേണ്ടിയാണ് ഞാൻ വളരെ കഷ്ടപ്പെട്ട് കുറച്ചതെന്ന് തന്നെ പറയാം. അതാണ് എനിക്ക് തോന്നുന്നു ഗേൾസിനെ സംബന്ധിച്ച് കൂടുതലും അതായിരിക്കും എല്ലാവർക്കും ഉള്ള പ്രശ്നം. നമ്മളുടെ ഡ്രസ്സ് നമുക്ക് അൺഫിറ്റായിട്ട് നമ്മൾ ഒരു മിററിൻ്റെ മുന്നിൽ പോയി നിൽക്കുമ്പം വി ആർ ജസ്റ്റ് ലൈക്ക് നമുക്കിങ്ങനെ അലറി വിളിക്കാനുള്ള ഒരു തോട്ടൊക്കെ നമുക്ക് മൈൻഡിൽ ആ സമയത്ത് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം നമ്മുടെ മൈൻഡ് ഫീഡ് ചെയ്ത് വെക്കണം. ആദ്യമേ തന്നെ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ കുറച്ച് എന്തായാലും കഷ്ടപ്പെടണം എന്നുള്ളത് ഫീഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാന്നുണ്ടെങ്കിലാണ് നമുക്കതൊരു ഭയങ്കര ഒരു ഡിപ്രസീവ് സ്റ്റേറ്റ് ഒക്കെ ആയിട്ട് പോവാം. അപ്പോൾ എനിക്ക് ആദ്യമേ ഞാൻ എന്തായാലും കുറയ്ക്കും എന്നുള്ളത് എനിക്ക് ഡെഫിനറ്റായിട്ടും അറിയാവുന്ന കാര്യമായിരുന്നു. ബിക്കോസ് ബിഫോർ പ്രഗ്നൻസി ഞാൻ കറക്റ്റായിട്ട് ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. കുറച്ചാൾ ജിമ്മിൽ പോയിട്ടുണ്ട്, പിന്നെ ഞാൻ ഹോം വർക്കൗട്ട് ചെയ്യുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈവനിങ് ആകുമ്പം ഞാനൊരു ലാസ്റ്റ് അപ്രോക്സ് ഞാൻ ഒരു 7 കിലോമീറ്റർ നടക്കുമായിരുന്നു ഡെയിലി ബേസിസിൽ. എനിക്ക് പ്രഗ്നൻ്റ് ആണ് എന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും വന്നപ്പോഴാണ് ഞാൻ എൻ്റെ എക്സസൈസും കാര്യങ്ങളും ഒക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ അടുത്ത് ലാസ്റ്റ് ഒരു 8 months ഒക്കെ ആയി, കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണ്. അതിന് മുന്നേ ഓക്കെ ആയി കേട്ടോ. അങ്ങനെയല്ല, നമ്മൾ പ്രിപ്പയർ ഫോർ ഡെലിവറി ആണെന്ന് ഡോക്ടർ പറഞ്ഞതിന് ശേഷവും ഞാൻ കുറച്ച് എക്സസൈസും കാര്യങ്ങളും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും വലിയ കാര്യം ഉണ്ടായിരുന്നില്ല, C-section ആയിരുന്നു. അപ്പോൾ ആ സമയത്തും ഞാൻ എക്സസൈസൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതിന് ഡെലിവറിക്ക് ശേഷം എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, നമ്മളത് കുറയ്ക്കാന്നുള്ളത് കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കങ്ങനെ ഫുഡ് കൺട്രോൾ ചെയ്ത് ഫുഡൊന്നും കഴിക്കാതെ നമ്മൾ പട്ടിണി ഇരുന്ന് നമ്മൾ മെലിയാന്നുള്ളത് ആ സമയത്ത് പോസിബിൾ ആയിട്ടുള്ള കാര്യമേ അല്ല. ബിക്കോസ് വി ആർ ബ്രസ്റ്റ് ഫീഡിങ്. കുട്ടി പാല് കുടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കഴിക്കണം, എന്നാൽ മാത്രമേ ആ ഒരു പ്രോപ്പർ മിൽക്കിങ് നമുക്ക് നടക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഫുഡിൻ്റെ കാര്യത്തിലൊന്നും ഒരു 6 months വരെ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഓവർലി ഫുഡ് കഴിക്കുന്ന ഒരാളെ അല്ല. എനിക്ക് ഫുഡ് ഇഷ്ടമാണ്, പക്ഷേ ഞാൻ ഭയങ്കര ഫുഡിയുമാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഞാൻ കുറച്ച് ലിമിറ്റ് ചെയ്താണ് കഴിക്കുക. ഇപ്പം ഇന്ന് ഞാൻ വളരെ നന്നായിട്ട് കുറേ ഫുഡ് കഴിച്ചു എന്നാണെങ്കിൽ നാളെ ഞാൻ കുറച്ചും കൂടെ ലിമിറ്റഡ് ആയിട്ടേ ഫുഡ് കഴിക്കുള്ളൂ. വളരെ കുറച്ച് മാത്രം ഫുഡ് കഴിച്ച് അതിനെ ഒന്ന് ടാലി ആക്കാൻ ശ്രമിക്കും. അപ്പോൾ ആ സമയത്തും ഞാൻ ഓവർലി ഫുഡൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഈ ആഫ്റ്റർ പ്രഗ്നൻസി കിട്ടുന്ന മരുന്നൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല.
അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി എനിക്ക് അതത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വേറൊരു പൊടിയുണ്ട് നമുക്ക് ആയുർവേദിക്കലി കിട്ടുന്നത്, അത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മിൽക്ക് പ്രൊഡക്ഷനൊക്കെ അത് ഭയങ്കര നല്ലതാണ്, അതെനിക്ക് നല്ല പോലെ എഫക്റ്റീവ് ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ സാധനം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പൊടിയല്ല ഞാൻ പറയുന്നത്, വേറൊരു മരുന്നുണ്ട്, അതിൻ്റെ പേരെന്താണ് കറക്റ്റ്ലി പറയാമെന്ന് എനിക്കറിയില്ല. ഒരു കറുത്ത കളറിൽ വരുന്ന ഒരു മരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ദാറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. ഭയങ്കരമായിട്ട് ഓയിലി എൻ്റെ എണ്ണയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. അതൊക്കെ കഴിച്ചാൽ തന്നെ നമ്മൾ പോസ്റ്റ്മോർട്ടം വരുമ്പോൾ ഭയങ്കരമായിട്ട് വെയിറ്റ് വെക്കും. കാരണം ഈ സാധനം മൊത്തം ഒരു എണ്ണയിൽ ഇങ്ങനെ വരട്ടി 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 എടുക്കുന്നതാണ്. അപ്പോൾ ഐ സെറ്റ് നോ ടു ദാറ്റ്. എനിക്കത് വേണ്ടാന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പൊടിയാകുമ്പം കുഴപ്പമില്ല, അത് നോർമലി പൊടിച്ച് ചെയ്യുന്ന സംഭവമാണ്, അതിൽ എണ്ണയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് ഞാൻ അത് കഴിച്ചു. പിന്നെ ഞാൻ മെയിനായിട്ട് സംഭവം ചെയ്ത് എന്താ വെച്ചാൽ, ഞാൻ ബെഡ് റിഡൺ ആയിട്ട് കിടന്നിട്ടേ ഇല്ല. മീൻസ് എൻ്റെ C-സെക്ഷൻ ഡെലിവറി ആയതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ആഫ്റ്റർ ഡെലിവറി വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നടക്കണം എന്നാണ്. അപ്പോൾ നമ്മുടെ ബോഡി കുറച്ചും കൂടെ ഹീലായി മുറിവൊക്കെ പെട്ടെന്ന് ഉണങ്ങണം എന്നാണെങ്കിൽ നമ്മൾ നടക്കണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതിപ്പോൾ എല്ലാവരും കേട്ടത് കൊണ്ട് തന്നെ എന്നെ അങ്ങനെ കിടക്ക് 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 എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫോഴ്സ്ഫുള്ളി അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം നടക്കെന്ന് പറയുന്നത് വീട്ടിലെല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയ ഉടനെ കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ സമയത്ത് നമുക്ക് നടക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും അറിയാം, എന്നാലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ നടക്കുന്നുണ്ടായിരുന്നു. കിടന്നിട്ടാണെങ്കിലും എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻസ് നമുക്ക് ഹോസ്പിറ്റലിലുള്ള ടൈമിൽ അത്ര പെയിൻ അറിയില്ല, നമ്മുടെ സെഡേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. വീട്ടിൽ വന്ന് നമ്മുടെ ആ സെഡേഷൻ്റെ ഒക്കെ കംപ്ലീറ്റ് കാര്യങ്ങൾ മാറിയതിന് ശേഷമാണ് നമ്മളുടെ പെയിൻ എന്താണെന്ന് നമ്മളറിയാം. പക്ഷെ അപ്പോഴും ഞാൻ തന്നെ ഒറ്റയ്ക്ക് എഴുന്നേൽക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബോഡി മൂവ് ചെയ്യുക. ഇപ്പം നോർമൽ ഡെലിവറി ആണെങ്കിലും C-സെക്ഷൻ ഡെലിവറി ആണെങ്കിലും ഡെലിവറിയാണ്. അപ്പോൾ നമ്മളതിങ്ങനെ ഫുള്ളായിട്ട് ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസം ഇങ്ങനെ ഒരേ കിടന്ന് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വേറെ കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ എന്താ പറയുക ഹെൽത്ത് വൈസ് ആയിട്ട് ഒന്നുമില്ല, ഓക്കെ ആണെന്ന് ഡോക്ടർ പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഫുൾ ടൈം കിടന്ന് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഈ പോസ്റ്റ്മോർട്ടം കെയറും കാര്യങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലേ ഉള്ളൂ. പുറമേ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ എന്താ പറയുക നമ്മൾ തന്നെ ചെയ്യണം. പുറത്തുള്ള നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ എല്ലാവരും ചുറ്റും ഉള്ളതുകൊണ്ടാണ് പിന്നെയും നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നത്. സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യാണ്ട് നോർമലായിട്ട് പിന്നീട് നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഇതാക്കിയിട്ടൊന്നുമില്ല. എൻ്റെ ബോഡി എപ്പോഴും മൂവ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഡെയിലി കുറച്ചൊക്കെ എന്താ പറയുക നടന്ന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെ ഫുൾ ടൈം കിടത്തം ഉണ്ടായിരുന്നില്ല. ഞാൻ മോസ്റ്റ്ലി ഞാൻ ഇരിക്കുമായിരുന്നു. അപ്പോൾ അമ്മയൊക്കെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയല്ല കിടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ വലിയ മൈൻഡൊന്നും ചെയ്തില്ല, എന്താ പറയുക അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്ത മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഷുട്ടുവിൻ്റെ പേരുവിളി ഉണ്ടായിരുന്നത് 40 ഡേയ്സിലാണ്. ആഫ്റ്റർ ഡെലിവറി 40 ഡേയ്സിൽ 40th ഡേയിലാണ് അവളുടെ പേരുവിളി ഉണ്ടായിരുന്നത്. എനിക്ക് അതിന് മുന്നേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇതുപോലെ ഞാൻ അകത്തൂടെ ചെറുതായിട്ട് നടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, ബോഡി മൂവ് ചെയ്യുക എന്നുള്ളത്. ബിക്കോസ് ആ സമയത്ത് നമ്മൾ 40 ഡേയ്സ് എന്നൊക്കെ പറയുമ്പോൾ 2 വീക്സ് കൊണ്ട് നമ്മൾ പുറത്തുള്ള മുറിവൊന്നും ഉണങ്ങുന്നേ ഉള്ളൂ. പക്ഷേ ഉള്ളിലത്തെ നമ്മൾ കറക്റ്റായിട്ട് ഹീലാവണമെങ്കിൽ എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു 1 year ഒക്കെ എടുക്കും. കാരണം ഉള്ളിൽ അത്രയും ലെയേഴ്സ് കട്ട് ചെയ്ത് വന്നിട്ടുള്ളത് കാരണം, പിന്നെ സ്റ്റിച്ചും ഒക്കെ ഉള്ളത് കൊണ്ട് എന്തായാലും ടൈം എടുക്കും നമ്മുടെ ഉള്ളിൽ ഹീലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഓവർലി അങ്ങനെ ഭയങ്കര ഫോഴ്സിങ് ആയിട്ടൊന്നും കൊടുത്തില്ല, ചെറിയ ചെറിയ ബോഡി മൂവ്മെൻറ്റ്സ് മാത്രം കൊടുത്തു. പിന്നെ ഷുട്ടുവിൻ്റെ പേരുവിളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നടക്കാൻ തുടങ്ങി. മീൻസ് ഭയങ്കരമായിട്ട് ജിമ്മിൽ പോയിട്ട് ത്രെഡ്മില്ലിൽ നടക്കുക അങ്ങനത്തെ സംഭവമല്ല, വീട്ടിൽ പുറത്ത് രാവിലെ ഒരു നമുക്ക് കണ്ടിന്യൂസ് ഫീഡിങ് ഉണ്ടാവും, ഉറക്കം ഉണ്ടാവില്ല, നമ്മൾ 2 hours കൂടുമ്പോൾ ഫീഡ് ചെയ്യണം, അതൊക്കെ ശരിയാണ്. പക്ഷേ ഞാൻ എനിക്ക് വേണ്ടി എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ രാവിലെ എൻ്റെ വീട്ടിലെല്ലാവരും രാവിലെ എഴുന്നേൽക്കുന്ന ആൾക്കാരാണ്, ഭയങ്കര ഏർലി ആയിട്ട് എണീക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതൊരു വിഷയമായിരുന്നില്ല. ഞാൻ ഒരു 5:30 ആകുമ്പോൾ എഴുന്നേറ്റിട്ട് ഒരു 6:30 6:45 വരെ ഞാൻ നടക്കും. മീൻസ് പുറത്ത്
മുറ്റത്തൂടെ നടക്കുമായിരുന്നു. വേറെ അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ പോയി കിലോമീറ്റേഴ്സ് നടന്ന അങ്ങനെയല്ല. ഞാൻ ഒരു 1 hour എങ്കിലും എങ്ങനെയായാലും ഞാൻ മുറ്റത്തൂടെ നടക്കുമായിരുന്നു ഫുള്ള്. ആ ഒരു ടൈമിൽ ഷുട്ടുവിനെ ഫീഡ് ചെയ്ത് കിടത്തി അവളെ ഉറക്കി കഴിയുമ്പോൾ ഞാൻ എണീച്ച് നടക്കും. അതിലിടയ്ക്ക് അവൾ എണീച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അമ്മ എടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ നടക്കുന്നതിനൊന്നും വീട്ടിൽ നിന്ന് ആരും അങ്ങനെ റെസ്ട്രിക്റ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ചില ആൾക്കാരുടെ വീട്ടിൽ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുന്നത്. പക്ഷെ എന്നെ എക്സസൈസ് ചെയ്യുന്ന കാര്യത്തിലൊന്നും ആരും അങ്ങനെ റെസ്ട്രിക്റ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ രാവിലെ നടക്കുമായിരുന്നു. അത് ഇങ്ങനെ ബോഡി മൂവ്മെന്റ്സ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അത് ചെയ്യുന്നതിന് ആരും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നടക്കുമായിരുന്നു. ഒരു 1 hour എങ്ങനെയായാലും നടക്കും. ഞാൻ മറ്റേ സ്മാർട്ട് വാച്ചിൽ സ്റ്റോപ്പ് വാച്ച് ഇട്ടിട്ട് ഞാൻ നടക്കുമായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് നല്ല ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ നാൾ അങ്ങനെ നടന്നിട്ടുണ്ട്. അതായിരുന്നു മെയിനായിട്ട് ഞാൻ എൻ്റെ ബോഡിക്ക് കൊടുത്തിരുന്ന എക്സസൈസ്. എന്ന് വെച്ച് ഭയങ്കര സ്പീഡപ്പായിട്ട് എനിക്ക് ഇത്ര കിലോമീറ്റർ തന്നെ ഇത് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള നടത്തമൊന്നുമല്ല. നോർമൽ വളരെ ടൈം എടുത്ത് പതുക്കെ മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. അപ്പം തന്നെ എനിക്ക് എൻ്റെ വയറ് നല്ലപോലെ ഹീലാവാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മീൻസ് ഷ്രിങ്ക് ആവാൻ വേണ്ടിയിട്ട്. എനിക്ക് പിന്നെ ഉണ്ടായിരുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഓവർ വയർ ഉണ്ടായിരുന്നില്ല. ഉള്ളത് തന്നെ ഞാൻ ആഫ്റ്റർ പ്രഗ്നൻസി എനിക്ക് പെട്ടെന്ന് തന്നെ കുറഞ്ഞു. 9 months ഞാൻ ആ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. എനിക്ക് കുഞ്ഞു വയറേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഡോക്ടർ എപ്പോഴും പറയുന്ന കാര്യമായിരുന്നു, നിനക്ക് വയറില്ലല്ലോ, നിനക്ക് കുട്ടി മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ നടത്തവും ബോഡി മൂവ്മെന്റ്സ് ഒക്കെ വന്നപ്പോൾ എൻ്റെ വയറ് പെട്ടെന്ന് തന്നെ ശൃംഗാവാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. പ്രഗ്നൻസി സെക്ഷൻ ആകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ലൈൻ ഉണ്ടാവുമല്ലോ, ലൈനല്ല, നമ്മുടെ സ്റ്റിച്ച് ചെയ്ത സ്ഥലത്ത് നമുക്ക് ആ ഒരു ബൾജിങ് വരാൻ ഭയങ്കര ഈസിയാണ് സെക്ഷൻ ആകുമ്പോൾ. നോർമൽ പോലെയല്ല. എപ്പോഴും അവിടെ നമുക്ക് എന്താ പറയുക, അത് സെക്ഷൻ ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും, അവിടെ എപ്പോഴും ഒരു ബൾജിങ് ആണ്, ഇങ്ങനെ ഒരു ബമ്പ് മാതിരി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ നടന്നപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നടത്തം തന്നെയായിരുന്നു മെയിനായിട്ടുള്ള കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ നടക്കുമായിരുന്നു. പിന്നെ ഞാൻ പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യം ഞാൻ ബോഡിയിൽ നടത്തം കൊണ്ടുവന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നടന്നു കഴിഞ്ഞ ശേഷം കുറച്ച് ചെറിയ ചെറിയ എക്സസൈസസ് അകത്തുനിന്ന് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഷുട്ടു എഴുന്നേക്കും. ചിലപ്പോൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഞാൻ പറ്റുന്ന സമയമൊക്കെ എക്സസൈസും കൂടെ കൊണ്ടുവന്ന് കുറച്ച് റെഡിയാക്കി. അങ്ങനെ ഞാൻ 6 months വരെ കുറച്ച് എക്സസൈസ് ചെയ്ത് തുടങ്ങി. ആഫ്റ്റർ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയപ്പോഴും ഇവിടെ ഉറങ്ങുന്ന ടൈം ഒരു 7 മണി ആ ടൈമൊക്കെ ആകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് അവൾ അറിയാണ്ട്, മീൻസ് കുട്ടികൾ അവള് എങ്ങനെ ഉറക്കം വെച്ചാൽ ചെറിയൊരു സൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ അറിയും പെട്ടെന്ന്. ഞാൻ അങ്ങനെയാണ് ഉറങ്ങുമ്പോൾ. എത്ര ഉറക്കാണെങ്കിലും ചെറിയൊരു സൗണ്ട് കേട്ടാൽ ഞാൻ അപ്പം തന്നെ എണീക്കും. അതുപോലെ തന്നെയാണ് അവളും. ഇപ്പോഴും അതെ, ചെറിയ സൗണ്ട് കേട്ടാൽ അപ്പം തന്നെ എണീക്കും ആള്. അപ്പം ഞാൻ എങ്ങനെയൊക്കെയോ പതുക്കെയാണ് ഓരോ സ്റ്റെപ്പൊക്കെ ചെയ്ത് എക്സസൈസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ സമയത്തും 1 hour കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എക്സസൈസ് ചെയ്യുമായിരുന്നു. ഒരു 6 months കൂടുതൽ ഞാൻ എക്സസൈസ് ചെയ്തു. ആഫ്റ്റർ 6 months പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ കുറച്ച് പിന്നെ ഫുഡിലും കുറച്ച് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. കാരണം ഞാൻ കഴിക്കുന്ന പോർഷൻസ് ഒക്കെ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, ചോറ് ഞാൻ പൊതുവേ കുറവാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും കഴിക്കുന്നതിലും കുറച്ചും കൂടെ ഒന്ന് കുറച്ചിട്ട്, പിന്നെ ഫീഡിങ്ങിൻ്റെ സമയത്ത് നമുക്ക് നല്ല വിശപ്പായിരിക്കും. ആ സമയത്ത് എന്താണോ കിട്ടുന്നത് അതൊക്കെ കഴിക്കും. മിഡ് സ്നാക്സ് ഉണ്ടാവും, അതൊക്കെ ഞാൻ കഴിക്കുമായിരുന്നു. അപ്പോൾ ആഫ്റ്റർ 6 months ഞാൻ അവൾക്ക് കുറുക്കൊക്കെ ഞാൻ 8 months ആയപ്പോഴാണ് കണ്ടിന്യൂസ്ലി കൊടുക്കാൻ തുടങ്ങിയത്. അതിലിടയ്ക്ക് ഞാൻ 6 months കഴിഞ്ഞിട്ടും ബ്രസ്റ്റ് ഫീഡിങ് തന്നെ ആയിരുന്നു. 1 നേരം 2 നേരമൊക്കെ സോളിഡ്സ് കൊടുത്തു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ ഫുഡിലുള്ള സംഭവങ്ങൾ കുറച്ച് വന്ന് ഫുഡൊന്ന് കൺട്രോൾ ചെയ്തു. ഡയറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഫുഡ് കൺട്രോൾ ചെയ്തു. ഒപ്പം നമ്മുടെ എക്സസൈസും ചെയ്തു. പിന്നെ ഞാൻ ചെയ്തതെന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് അവൾക്കൊരു 3 നേരമൊക്കെ ഞാൻ കൊടുക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ രാത്രിയിലത്തെ ഫുഡ് ഒഴിവാക്കി എന്നല്ല, ഞാൻ സാലഡ്സിലേക്ക് മാറി. എനിക്ക് എന്താ പറയുക, അവൾക്കൊരു 1 year ആവുന്നത് വരെ ഞാൻ സാലഡ്സ് തന്നെയായിരുന്നു. ഇപ്പം ഞാൻ രാത്രി ചപ്പാത്തിയാണ് മോസ്റ്റ്ലി. ചില സമയത്ത് ഒരു കുതി വരുമ്പം രാത്രി ചോറുണ്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ അതിനു മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞാൻ ഒരു പ്രോപ്പർ സാലഡ് മെനു എനിക്ക് വേണ്ടി ഞാൻ തന്നെ ഉണ്ടാക്കി സ്വന്തമായിട്ട്.
അതിൻ്റെ ഞാൻ വീഡിയോ വേണമെന്നാണെങ്കിൽ നിങ്ങൾ പ്ലീസ് കമൻറ്റ് ബിലോ. എന്നെപ്പോലെ എന്താ പറയുക ഡയറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡയറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നെപ്പോലെ തടി കുറയ്ക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് അതും ആഫ്റ്റർ ഡെലിവറി തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. അല്ലാണ്ടും ഇത് ഭയങ്കര എഫക്റ്റ് ആയിട്ടുള്ള നല്ല പ്രോട്ടീൻ ഇൻടേക്ക് ഉള്ള ഒരു സാലഡായിരുന്നു. ഞാനതിൽ മഷ്റൂം, മുട്ട, നമ്മുടെ ഗ്രീൻ ആയിട്ടുള്ള വെജിറ്റബിൾസ്, പിന്നെ ലെറ്റ്യൂസ്, അതൊക്കെ ഞാൻ തീരുന്നതിനനുസരിച്ച് ഞാൻ പോയി വാങ്ങി വന്ന് ഞാനത് ചെയ്യുമായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഒരു സാലഡായിരുന്നു. ഞാനിപ്പോൾ അത് ഉണ്ടാക്കാറില്ല. എന്താ പറയുക, അതിൻ്റെ അകത്തുള്ള മഷ്റൂംസ് ഒക്കെ ഭയങ്കര അവൈലബിലിറ്റി കുറവാണ് നമുക്കിവിടെ. അതുകൊണ്ട് ഞാനിപ്പം അതല്ല, ഞാൻ രാത്രി മിക്കവാറും ചപ്പാത്തി ആണ് കഴിക്കുന്നത് ഇപ്പോൾ. സോ ആ ഒരു സാലഡ് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ല വെയിറ്റ് ലോസും നല്ലപോലെ തന്നെ എൻ്റെ വയറും കുറഞ്ഞ് നല്ല സെറ്റായി എന്ന് തന്നെ പറയാം. ആഫ്റ്റർ 8 months ആണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. അവൾക്ക് കുറച്ചും കൂടെ സോളിഡ് ഫീഡിങ് തുടങ്ങിയ സമയത്ത് ഞാൻ പിന്നെ സാലഡിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. രാത്രി ഫുള്ള് സാലഡായിരുന്നു എല്ലാ ദിവസവും കഴിച്ചിരുന്നത്. അത് മടുക്കുന്നു എന്ന് തോന്നുമ്പോൾ മാത്രം ഞാൻ വേറെ എന്തെങ്കിലും കഴിക്കും. എന്നാലും ചോറ് എന്ന് പറയുന്ന സംഭവം ഞാൻ ഫുള്ളി ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു രാത്രി. അങ്ങനെ എനിക്ക് പെട്ടെന്ന് തന്നെ ഞാൻ അവൾക്ക് ഒരു 1 year ആകുമ്പോഴേക്കും തന്നെ ഞാൻ നല്ലപോലെ കുറഞ്ഞ് ഞാൻ എൻ്റെ പഴയ വെയിറ്റിലേക്ക് എനിക്ക് എത്താൻ പറ്റി. മെയിനായിട്ടുള്ള കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓവറായിട്ട് നമ്മുടെ ബോഡീനെയോ മൈൻഡിനെയോ സ്ട്രെസ് ചെയ്യാൻ പാടില്ല. നമ്മൾ കുറച്ച് ടൈം എടുത്ത് പതുക്കെ നമുക്കിത് സെറ്റാക്കി എടുക്കാൻ പറ്റും എന്നുള്ള ആ ഒരു മൈൻഡിൽ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇപ്പോൾ സാലഡ് തന്നെ കഴിക്കണം രാത്രിന്നൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണോ കംഫർട്ടായിട്ടുള്ള ഫുഡ്, കാർബ്സ് എടുക്കുന്നത് കുറയ്ക്കുക, അതാണ്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഷുഗർ ഞാൻ എടുക്കുന്നേ ഉണ്ടായിരുന്നില്ല. അത് ഞാൻ ഇപ്പം പറയാൻ വിട്ടുപോയേനെ. ഷുഗർ എന്ന് പറയുന്ന സാധനം ഞാൻ കംപ്ലീറ്റ്ലി ഒഴിവാക്കി. ഈവൻ ചായയിൽ വരെ ഞാൻ ഇപ്പോഴും പഞ്ചസാര ഇടാതെയാണ് ഞാൻ ചായ കുടിക്കുന്നത്. പഞ്ചസാര എന്നല്ല, ബ്രൗൺ ഷുഗർ ആണെങ്കിലും ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. എനിക്ക് ആദ്യം കുറച്ച് നമുക്ക് പണിയായിരിക്കും, എന്താ പറയുക, ഉപ്പില്ലാത്ത കഞ്ഞി പോലെ അല്ലെങ്കിൽ മധുരമില്ലാത്ത പായസം പോലെ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. പക്ഷേ അത് നമുക്ക് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്കിപ്പം ചായയിൽ മധുരം ഇട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ പായസം കുടിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നേ ഇല്ല ഇപ്പം ചായയിൽ മധുരം ഇടാന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പം എനിക്ക് ആ പ്രശ്നമില്ല, കംപ്ലീറ്റ്ലി ഒഴിവാക്കി. നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം അത് തന്നെയാണ്, നോ ഷുഗർ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസ് കുറയും എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു കൊതി തോന്നുമ്പോഴൊക്കെ ഞാൻ ഈ ചോറ് കഴിച്ച് കഴിയുമ്പോൾ, മീൻസ് നമ്മൾ എരിവുള്ള സാധനമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ അതിന് ശേഷം ഒരു മധുരം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി എനിക്ക് ആദ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു സൂക്കേടുള്ള ഒരാൾ എനിക്കിവിടെ ഉണ്ടായിരുന്നു, എൻ്റെ സിസ്റ്ററിലോ. അവൾക്ക് എന്ന് പറയുമ്പോൾ ചോറ് കഴിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു മധുരമുള്ള സാധനം അവൾ വായിലിടും. അപ്പോൾ എപ്പോഴും ഇവിടെ ചോക്ലേറ്റൊക്കെ സ്റ്റോക്കായിരുന്നു. അപ്പോൾ ഇവളെന്താ ചെയ്യാന്ന് വെച്ചാൽ കഴിക്കാൻ എടുക്കുന്ന സമയത്ത് ഒരു കഷ്ണം എൻ്റെ വായിലേക്കും വെച്ച് തരും. അപ്പോൾ അതിൽ ഫീഡായി എനിക്ക് ആ മധുരം ആഫ്റ്റർ ചോറ് കഴിച്ചതിന് ശേഷം കുറച്ച് എന്തെങ്കിലും ഒരു മധുരം വായിലിടുക എന്നുള്ളത് ഒരു ശീലമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി മാത്രം എന്തെങ്കിലും ഒരു ചെറിയ പീസ് എടുത്ത് ഞാൻ വായിലിടും. പക്ഷെ ആ സമയത്ത്, അതായത് ഞാൻ കുറേ ഫുഡ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അതും ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ അടക്കി പിടിച്ച് ഞാൻ കഴിക്കില്ല, ഞാൻ ഷുഗർ കഴിക്കില്ല എന്നുള്ളൊരു മൈൻഡിൽ വെച്ചിട്ട് ഞാൻ തൊടത്തേ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും അത് എപ്പോഴെങ്കിലും കഴിക്കുള്ളൂ. ഞാൻ ഭയങ്കര ഒരു മധുരത്തിൻ്റെ അഡിക്ഷൻ ഉള്ള ആളുമല്ല. എനിക്ക് മധുരം അത്ര ഇഷ്ടമല്ല. ഞാൻ സ്പൈസി ഫുഡാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഷുട്ടൂനും അങ്ങനെ തന്നെയാണ്. അവൾക്ക് സ്പൈസി, ഉപ്പ്, എരിവ് അതൊക്കെയാണ് ഇഷ്ടം. മധുരം തീരെ അവൾ കഴിക്കില്ല. പിന്നെ ഇപ്പോഴാണ് അവൾ ചെറുതായിട്ട് ഈ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന പായസം ഇപ്പോഴാണ് കഴിക്കുന്നത്. അതും അതിൽ നമ്മുടെ വെല്ലത്തിൻ്റെ പായസം ഉണ്ടല്ലോ, ശർക്കര, അതാണ് അവൾക്ക് കൂടുതലും കഴിക്കുന്നത്. മറ്റേ നമ്മൾ ഷുഗർ ആഡ് ചെയ്ത സംഭവങ്ങളൊന്നും നമ്മൾ കഴിക്കുന്നേ ഇല്ല. നേരത്തെ തീരെ തൊടില്ലായിരുന്നു. മധുരത്തിൻ്റെ ടേസ്റ്റ് വായിൽ വന്നാൽ പിന്നെ അപ്പം തന്നെ തുപ്പിക്കളയും, പിന്നെ കഴിക്കത്തേ ഇല്ല. അങ്ങനെയായിരുന്നു അവള്. അപ്പോൾ അത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മധുരം തീരെ പറ്റില്ല, നല്ലപോലെ ഒഴിവാക്കുക. നമ്മളിപ്പോൾ 1 മാസം തന്നെ നമ്മളിപ്പോൾ ആ ഒരു ഷുഗർ കട്ട് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര ചേഞ്ച് ആയിരിക്കും നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുക. നമ്മുടെ ഈ ഡബിൾ ചിന്ന് കുറയും, മുഖത്ത് ഇവിടെ നമുക്ക് വരുന്ന ആ ഒരു ബൾജിങ് ഉണ്ടല്ലോ തടിക്കുമ്പോൾ, അതൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഫേസൊക്കെ നല്ല സ്ലിം ആയിരിക്കും. നമ്മുടെ ഇവിടെയുള്ള ഫാറ്റ് നല്ല പോലെ കുറയും, ഇവിടെയുള്ള ഫാറ്റ് കുറയും. അതൊക്കെ നമ്മൾ ശരിക്കും ഷുഗർ കട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്.
പിന്നെ അതൊക്കെയാണ് അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂവ് യുവർ ബോഡി നല്ലപോലെ മൂവ് ചെയ്യിക്കുക. ഫസ്റ്റ് നമ്മൾ അതേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ഡയറ്റും കാര്യങ്ങളും, ചെറിയ കുട്ടി മേജർ കാര്യം കട്ട് ഷുഗർ കഴിക്കാനേ പാടില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആഫ്റ്റർ ഡെലിവറിയിൽ വരുന്ന എല്ലാ വെയിറ്റ് ലോസിൻ്റെ ആണെങ്കിലും നമുക്ക് വരുന്ന ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് കുറയ്ക്കാൻ പറ്റും. ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. എല്ലാവരുടെയും ബോഡി ഡിഫറെൻ്റ് ആണ്, എനിക്കറിയാം. അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക നമ്മുടെ ബോഡിക്ക് എന്താണ് വേണ്ടത്, എങ്ങനെ ചെയ്താൽ നമ്മുടെ ബോഡി ഓക്കെ ആണെന്നുള്ളത് നമുക്കൊരു 1 വീക്കൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്കിത് ഓക്കെ ആണ്, അല്ലെങ്കിൽ ഇത് നമുക്ക് കണ്ടിന്യൂസ് ചെയ്ത് പോവാന്നുള്ളത് നമുക്ക് എന്തായാലും മനസ്സിലാവും. അപ്പം അതിനനുസരിച്ച് മാത്രം നിങ്ങൾ ചെയ്യുക ആക്ച്വലി. അല്ലാതെ ഞാനിപ്പോൾ പറയുന്നത് കേട്ട് മൊത്തമായിട്ട് അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറയില്ല. പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മൂവ്മെൻറ്റ്സ് ഫുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ജിമ്മിൽ തന്നെ പോകണം എക്സസൈസ് ചെയ്യാൻ എന്ന് ഞാൻ പറയില്ല. നമുക്കിപ്പം യൂട്യൂബിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് ആഫ്റ്റർ ഡെലിവറി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസും കാര്യങ്ങളും, വയറ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യേണ്ടതും, നമ്മുടെ കോർ മസിൽസ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതും ഒക്കെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് യൂട്യൂബിൽ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ കുറേ എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് മലയാളത്തിൽ വേണമെന്നാണെങ്കിൽ നമ്മുടെ ആര്യ ബാലകൃഷ്ണൻ യൂട്യൂബ് ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ അറിയായിരിക്കും. ആര്യ ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ എനിക്ക് ഭയങ്കര ഹെൽപ്പായിട്ടുണ്ടായിരുന്നു. ആളുടെ സെക്കൻഡ് ഡെലിവറി എൻ്റെ ആ ഒരു ടൈമിൽ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആള് വെയിറ്റ് ലോസ് ജേർണിക്ക് വേണ്ടിയിട്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നോക്കി ഞാൻ കുറേ എക്സസൈസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയെന്നല്ല, അത് ചെയ്തിട്ടാണ് ഞാൻ ശരിക്കും എൻ്റെ വയറ് നല്ലപോലെ ഫിറ്റാക്കി എടുത്തത്. കാരണം നമുക്ക് നമ്മുടെ കോർ മസിൽസും അതുപോലെ തന്നെ നമ്മുടെ ഇടുപ്പിനാണ് കുറച്ച് ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച്. നമുക്ക് അരവണ്ണം ഭയങ്കരമായിട്ട് കൂടും നമുക്ക് ആഫ്റ്റർ ഡെലിവറി. അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ചേച്ചിയുടെ ആ ഒരു എക്സസൈസ് വീഡിയോ ആണ്. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ ഇടയ്ക്ക് ചെയ്യുമ്പോൾ ഞാൻ അതാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ ഷുട്ടു തീരെ രാത്രി ഭയങ്കര ലേറ്റായിട്ടാണ് അവൾ ഉറങ്ങുന്നത്. ഇപ്പം ഭയങ്കര കുരുത്തക്കേടാണ്. ലേറ്റായിട്ട് എങ്ങനെയായാലും ഒരു 12 മണി 12:30 അവൾ ഉറങ്ങാൻ ടൈം എടുക്കും. അതിനിടയ്ക്ക് അവൾക്ക് ഇപ്പം നൈറ്റ് ഫീഡിങ് എന്ന് പറയാൻ പറ്റില്ല. ആൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് കൂടുതൽ, ചില ദിവസങ്ങളിൽ കൂടുതലായിരിക്കും, എല്ലാ ദിവസവും എന്നല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ ഭയങ്കരമായിട്ട് ഇതിനു വേണ്ടി എഴുന്നേറ്റ് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അതിൽ ഭയങ്കര ഗിൽട്ട് ഫീൽ ഉണ്ട് ആക്ച്വലി. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇത്രയും കുറച്ചല്ലോ, അപ്പം ഞാൻ എൻ്റെ ബോഡിക്ക് കുറച്ച് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ടൈം ഞാൻ കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ രാവിലെ. വൈകുന്നേരം ഒന്നും പിന്നെ എന്തായാലും ഇവിടെ വെച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ അമ്മ എന്നെ ഒരു 5 മിനിറ്റ് കണ്ടില്ലെങ്കിൽ ഫുള്ള് സെർച്ചിങ് ആയിരിക്കും. അതുകൊണ്ട് പിന്നെ നമ്മൾ എപ്പോഴും എംപ്റ്റി സ്റ്റൊമക്കിൽ രാവിലെയാണ് എക്സസൈസ് ചെയ്യുന്നത് നല്ലതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഇനിയിപ്പം ഇപ്പം 2 വയസ്സൊക്കെ ആവാറായല്ലോ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊന്ന് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം, അവൾ കുറച്ചും കൂടെ ഓക്കെ ആയിട്ടെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്, ഇപ്പം പിന്നെ അവളുടെ പിന്നാലെയുള്ള ഓട്ടം തന്നെ എനിക്ക് ധാരാളമാണ് എക്സസൈസ് ആയിട്ട്. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു, ഇപ്പം ഫുഡ് കൺട്രോൾ ചെയ്ത് ഞാൻ വല്ല രാത്രി ചോറ് അങ്ങനെ കഴിക്കാറേ ഇല്ല, ഫുള്ളി ചപ്പാത്തിയിലേക്ക് മാറി ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം ബോഡിക്ക് കുറച്ച് വിശ്രമം ഞാൻ കൊടുത്തിട്ടുണ്ട്. രാത്രി തീരെ ഉറക്കമില്ലാത്തതുകൊണ്ട് ഞാൻ രാവിലെ ഭയങ്കരമായിട്ട് തന്നെ എഴുന്നേൽപ്പിച്ച് ഡ്രെയിൻ ഔട്ട് ആക്കണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇപ്പം ഞാൻ എക്സസൈസും കാര്യമൊന്നും ചെയ്യുന്നില്ല. ഇപ്പം ഫുഡ് കൺട്രോൾ മാത്രമേ ഉള്ളൂ. എക്സസൈസ് എന്ന് പറയാൻ അവൾ കളിക്കുമ്പോൾ അവളുടെ കൂടെ കളിക്കുക, പിന്നെ വൈകുന്നേരം ആകുമ്പോൾ അവൾ മുറ്റത്തിറങ്ങി കളിക്കുമ്പം ഞാനും നടക്കും, അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. വേറെ അങ്ങനെ എക്സസൈസ് എന്ന് പറഞ്ഞൊന്നും ചെയ്യാറില്ല ഇപ്പോൾ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ബോഡീനെ നമ്മൾ ടൈം കൊടുത്ത്, കുറച്ച് ഹീലിംഗ് പ്രോസസ്സിനുള്ള ടൈം കൊടുത്ത് പതുക്കെ ഓരോ സ്റ്റെപ്പായി നമ്മൾ ചെയ്ത് നമ്മുടെ ബോഡിക്ക് എന്താണോ ഓക്കെ എന്നുള്ളത് കണ്ടുപിടിച്ച് അത് കണ്ടിന്യൂസ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ 6 മന്ത്സ് വരെ നമ്മൾ ഫുഡിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഫീഡ് എടുത്താൽ മാത്രമേ കുട്ടീനെ ഫീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറഞ്ഞ ചെറിയൊരു വീഡിയോ ആണ്. ഇതിപ്പോൾ എത്ര ആൾക്കാർക്ക് ക്ലാരിറ്റി വന്നിട്ടുണ്ടാവുമെന്നും എനിക്കറിയില്ല. എന്നാലും എൻ്റെ അനുഭവങ്ങൾ വെച്ച് എനിക്ക് തോന്നി, അതൊക്കെ എനിക്ക് ഷെയർ ചെയ്യണം തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പ്രഗ്നൻസി സ്റ്റോറി ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പറയാം. അതും നിങ്ങൾക്ക് കേൾക്കണം എന്നാണെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഭയങ്കര എന്താ പറയുക, ചില ആൾക്കാർ ഈ തടി കുറയാത്തതിനെ പറ്റിയിട്ട് ഈ ഡിപ്രസീവ് സ്റ്റേറ്റിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടും കൂടിയാണ് പറയുന്നത്, നമ്മൾ ടൈം എടുക്കുക എന്തായാലും. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുക. മെയിനായിട്ട് കുറയും, എന്തായാലും നമ്മൾ കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ മൈൻഡിൽ എന്തായാലും ഉറപ്പിച്ച് സെറ്റാക്കി വെക്കുക. വേറെ ഒന്നും ചെയ്യണ്ട, വേറെ ആരും പറയുന്നത് കേൾക്കരുത്. ആക്ച്വലി നമ്മൾ ബോഡിക്ക് എന്താണ് വേണ്ടതെന്ന് നമുക്കല്ലേ മനസ്സിലാവും. പിന്നെ ഡോക്ടറുടെ ഒരു അഡ്വൈസും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ആരും പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല. മൂവ് യുവർ ബോഡി അത്രേ ചിന്തിക്കുള്ളൂ. നമ്മൾ ഇങ്ങനെ ചത്ത പോലെ കിടക്കാൻ നമുക്ക് വേറെ ഒന്നും സംഭവിച്ചല്ല, ഒരു ഡെലിവറിയാണ് കഴിഞ്ഞത്. അപ്പം അങ്ങനെ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. മൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ചൊക്കെ ആശ്വാസം കിട്ടും. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. സോ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അടിപൊളിയായി പവറായിട്ടിരിക്കും. അപ്പോൾ എൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. കൂടുതൽ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എങ്ങനത്തെ വീഡിയോസാണ് കൊണ്ടുവരേണ്ടതെന്നുള്ളതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇനിയും ഞാൻ ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞി ടിപ്സായിട്ട് ഞാൻ വരാം, എനിക്ക് അറിയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നല്ലൊരു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ.